ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബോണ്ട റെഡിയാക്കി എടുക്കാൻ നോക്കാം. തൃശ്ശൂർ സൈഡിലൊക്കെ ഇതിനെ ബോണ്ട എന്നാണ് പറയാറുള്ളത്, ചില സൈഡിലൊക്കെ ഉണ്ടൻപുരി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ബോണ്ടയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടിയത്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. 3.5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അധികം വലുതുമല്ല ചെറുതുമല്ലാത്ത മീഡിയം സൈസിലുള്ള 3.5 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര നോക്കി എടുക്കുക, അപ്പോഴാണ് ടേസ്റ്റും കളറും ഒക്കെ നമ്മുടെ ബോണ്ടയ്ക്ക് കിട്ടുള്ളൂ. ഈ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയും കുറച്ച് നല്ല മൈദ നോക്കിയിട്ട് എടുക്കുക. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറിയ ഉരുളിയിൽ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം മുഴുവനായിട്ട് ഉള്ളത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ജീരകത്തിന്റെ പൊടി ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള നല്ല ജീരകം 1.5 ടീസ്പൂണിന് പകരം ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഈസ്റ്റ് ആണ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് ഇത് ഫെർമെന്റ് ആക്കി എടുക്കരുത്, അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. ഈസ്റ്റിന്റെ ഒരു ഫ്ലേവർ ഒക്കെ വന്നാൽ ബോണ്ട അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്താൽ ബോണ്ടയുടെ പുറ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര പാനിയും മാവും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കര മെൽറ്റ് ചെയ്ത പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നാലാണ് ഈസ്റ്റ് നന്നായിട്ട് പെർമനന്റ് ആയിട്ട് കിട്ടുള്ളൂ. ചൂടധികം കൂടി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പാക്കറ്റിലുള്ള ഗോതമ്പ് പൊടിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ നേരിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. ബാക്കിയുള്ള 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്താലാണ് ബോണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് കിട്ടി. നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം മാവ് ഇങ്ങനെ വലിക്കുമ്പോൾ വിട്ടു പോവാത്ത രീതിയിലാണ് കിട്ടേണ്ടത്. ഇങ്ങനെയാണ് വരേണ്ടത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയി എന്നാണ്. ഇതുപോലെ വരുന്നുണ്ടോയെന്ന് നോക്കുക. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മാവ് നന്നായിട്ട് പെർമനന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ മാവ് ഇങ്ങനെ നമ്മൾ പെർമനന്റ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിന് മീതെ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. മാവ് ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി അധികം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഇടയിൽ കൂടെയാണ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നത്.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് വേണം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ട് തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് ഇത് കുക്ക് ചെയ്തെടുത്താലാണ് ഇതിൻ്റെ പുറം സൈഡൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടും അകം നന്നായിട്ട് വെന്തിട്ടും കിട്ടുള്ളൂ. നമ്മളിത് പെട്ടെന്ന് തീ കൂട്ടി വെച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കരുത്, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് ബോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി കിട്ടാനായിട്ട് ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നു. പഴം ചേർത്തിട്ടും ബേക്കിംഗ് സോഡ ചേർത്തിട്ടും എല്ലാം ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒന്നും ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റിലാണ് എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പം ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ബോണ്ട നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മധുരം എല്ലാം കറക്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ബോണ്ടയ്ക്കൊന്നും അങ്ങനെ ഓവറായിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുപോലെയാണ് ഇതും. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബോണ്ട ആയതുകൊണ്ട് കുറച്ച് വലിപ്പത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിലുള്ള മാവിന് ഒരു 10 ബോണ്ടയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഒരു സൈഡ് റെഡി ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പഴമൊക്കെ ചേർത്തിട്ട് ബോണ്ട ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ അത് നമ്മൾ ഇവിടെ തൃശ്ശൂർ സൈഡിലൊക്കെ കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനൊരു റെസിപ്പി കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അകം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.